ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഗെയിമിംഗ് സാമ്രാജ്യത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പെലെയുടെ പാക്കിൻ്റെ റിവ്യൂ ആണ്. പെലെയുടെ 30 ഏജിൻ്റെ കാർഡാണ് വന്നേക്കുന്നത്. ഡീപ് ലൈങ് ഫോർവേഡാണ് പ്ലേയിങ് സ്റ്റൈല്. നല്ല സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അറ്റാക്കിംഗ് അവർനെസ്, ബോൾ കൺട്രോൾ, ഡ്രിബിളിംഗ്, ടൈറ്റ് പൊസിഷൻ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഫിനോമിനൽ ഫിനിഷിങ്ങും ഫിനോമിനൽ പാസും ആണ് എക്സ്ട്രാ സ്കില്ലായിട്ട് കൊടുത്തേക്കുന്നത് ഈ കാർഡിന്. പിന്നെ ജോഹാൻ ക്രൈഫിൻ്റെ ഈ ഒരു കാർഡ്, ജോഹാൻ ക്രൈഫിൻ്റെ ഈ കാർഡിന് ഹോൾ പ്ലെയർ ആണ് പ്ലേയിങ് സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്ലെയറിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ബോൾ കൺട്രോൾ, ട്രിബിളിംഗ്, ടൈറ്റ് പൊസിഷന്, ലോ പാസ് ഒക്കെ സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് മൊമെൻ്റം ട്രിബിളിംഗ് ആണ് എക്സ്ട്രാ ആഡ് ഓൺ സ്കില്ലായിട്ട് ഈ പ്ലെയറിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ പുസ്കാസിൻ്റെ ഈ ഒരു കാർഡ് 27 ഏജിൻ്റെയാണ് വന്നേക്കുന്നത്. പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. പെലെയുടെയും ക്രൈഫിൻ്റെ കാർഡ് പോലെ തന്നെ ഇതിന് നല്ല സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫിനോമിനൽ പാസ് എന്ന് പറയുന്ന സ്കില്ലാണ് ഈ കാർഡിന് എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ബെസ്റ്റ് പാക്കാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാണ്. പിന്നെ ഗെയിമിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന AC മിലാൻ്റെ സ്ലാട്ടൻ്റെ ഈ ഒരു പാക്കിൽ സ്ലാട്ടനെക്കാട്ടും മികച്ച സെറ്റ് സ്റ്റാറ്റ്സ് ബുള്ളറ്റാണ് കൊടുത്തേക്കുന്നത്. ആളെ നമുക്ക് ഏത് പൊസിഷനിലും ഏത് ഫോർമേഷനിലും കളിപ്പിക്കാം. ഹോൾ പ്ലെയർ ആണ് പ്ലേയിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. ആൾക്ക് ആക്സലറേഷനും സ്പീഡും ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കോയിൻ സ്പെൻഡ് ആക്കുവാണെങ്കിൽ ഈ ഒരു പ്ലെയറിന് വേണ്ടി മാത്രം സ്പെൻഡ് ആക്കാൻ ശ്രമിക്കുക, കാരണം നല്ല പാക്ക് തന്നെയാണ് പെലെയുടെ പാക്ക് പോലെ തന്നെ. ബുള്ളറ്റിൻ്റെ ഏതൊരു പാക്ക് വന്നാലും ട്രൈ ചെയ്ത് നോക്കാനായിരിക്കും ഞാൻ പറയുന്നത്, കാരണം ആളെ ഏത് പൊസിഷൻ വേണമെങ്കിലും കളിപ്പിക്കാം. പിന്നെ വന്നിട്ട് നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്കാണ്. എൻ്റെ ടാർഗറ്റ് SAO അല്ലെങ്കിൽ മൈക്കോ ആണ് പ്ലെയർ ഓഫ് ദ വീക്കിൽ, കാരണം അവർക്ക് നല്ല സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. SAയുടെ ഈ കാർഡിന് ഹോൾ പ്ലെയർ ആണ് പ്ലേയിങ് സ്റ്റൈലായിട്ട് വന്നിട്ടുള്ളത്. എല്ലാ സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അറ്റാക്കിംഗ് അവയർനെസ്, ബോൾ കൺട്രോൾ, ഡ്രിബിളിംഗ്, ടൈറ്റ് പൊസിഷന് എല്ലാം സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ടച്ച് സ്കില്ല്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് പോലുള്ള സ്കില്ലും SAയുടെ ഈ കാർഡിന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് മൈക്കിൻ്റെ ഗോൾ കീപ്പർ കാർഡാണ്. ഗോൾ കീപ്പറിന് ആവശ്യമുള്ള നല്ല സ്റ്റാറ്റ്സ് ഈ കാർഡിന് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ മെയിനായിട്ടും മൈക്കിൻ്റെ കാർഡിന് ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം. പിന്നെ പോഗ്ബയുടെ ഈ ഒരു കാർഡും പ്ലെയർ ഓഫ് ദി വീക്കിൽ ഈ ഫുട്ബോൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് വേറെ പാക്കൊന്നുമില്ല. ഇംഗ്ലീഷ് ലീഗ് മിഡ്ഫീൽഡറിൻ്റെ ഒരു പാക്കേ ഉണ്ട്. നിങ്ങൾ കറക്കി നോക്കിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ആരെ കിട്ടിയെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഗെയിമിലുള്ള പാക്സിൻ്റെ അകത്ത് ബാർസലോണയുടെ പാക്ക് എക്സ്പയർ ആവാൻ പോവാണ്, 10 ദിവസം കൂടെ ഉള്ളൂ. വേണ്ടവർക്ക് എടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കാണ്. പിന്നെ നാഷണൽ ലെജൻസ് എന്ന് പറയുന്ന ഈ ഒരു പാക്ക്, ഇതിൻ്റെ അകത്ത് 900 കോയിൻ എടുത്താൽ നമുക്ക് ഷുവറായിട്ടൊരു എപ്പിക്ക് കിട്ടുന്നതാണ്. പിന്നെ സുനിൽ ഛത്രിയുടെ ഈ ഒരു കാർഡ് ഷോപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഷോപ്പിൽ 30 രൂപയ്ക്ക് 10 കോയിന് സുനിൽ ഛത്രിയുടെ ഈ ഒരു കാർഡുമാണ് കിട്ടുന്നത്. അതുകൂടാതെ സിൽവർ സ്റ്റാറുടെ കാർഡും കൊണ്ടുവന്നിട്ടുണ്ട്.
പിന്നെ എൻ്റെ സ്ക്വാഡ് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ സ്ക്വാഡ്. വലിയ സ്ക്വാഡൊന്നും അല്ല. ഞാൻ കുറച്ച് പ്ലേയേഴ്സിനെ റിലീസ് ചെയ്തായിരുന്നു. കുറച്ച് പ്ലേയേഴ്സേ ഉള്ളൂ. 57 പ്ലേയേഴ്സേ ഉള്ളൂ ടോട്ടൽ എൻ്റെ സ്ക്വാഡിൽ. പിന്നെ പെലയുടെ പാക്കിലെ പെലയുടെയും ക്രൈഫിൻ്റെയും പുസ്കാസിൻ്റെയും പ്രോഗ്രസ്സാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ പ്രോഗ്രഷൻ കൊടുത്ത് കളിപ്പിച്ച് നോക്കുക, സെറ്റാവും. പിന്നെ ഈവൻസിൽ AI കാറ്റഗറിയിൽ നാഷണൽ ടീംസിൻ്റെ ടൂർ ഇവൻറ്റിലായിട്ട് പ്ലെയർ ഓഫ് ദി വീക്കിലേക്കുള്ള ചാൻസ് ഡീൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അത് മിസ് ചെയ്യാതെ എടുക്കാൻ ശ്രമിക്കുക. എനിക്കതിൽ നിന്ന് ടോറസിനെയാണ് കിട്ടിയത്. മൈക്കിനെയാണ് ടാർഗറ്റ്, പക്ഷെ ടോറസാണ് കിട്ടിയത്. പിന്നെ പെനാൾട്ടി ഷൂട്ട് ഔട്ട് എന്ന് പറഞ്ഞ PvP ഇവൻറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. അത് കളിച്ച് നിങ്ങൾക്ക് ബ്ലാക്ക് ഫ്രൈഡേ ക്യാമ്പയിൻ കംപ്ലീറ്റ് ചെയ്ത് ഗോൾഡൻ ടിക്കറ്റ് എടുക്കാനാണ്. ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് 3000 കോയിനൊന്നും അടിച്ചില്ല. 150 കിട്ടിയത് കൂടുതലായിട്ട്. പിന്നെ എൻ്റെ പ്രൊഫൈൽ പരിചയപ്പെടുത്താം. നിങ്ങൾ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക, ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇതാണ് എൻ്റെ പ്രൊഫൈല്. നിങ്ങളെനിക്ക് ഇൻസ്റ്റയിലൂടെ മെസ്സേജ് അയച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഇൻസ്റ്റ ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പെലയുടെ പാക്കിൻ്റെ റിവ്യൂ ആയിരുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ഗായ്സ്.